ഹായ് ഓൾ, ഇന്ന് റണ്ണിങ് ഫാബ്രിക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. അതുപോലെ എത്ര മീറ്റർ വേണമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ചോദിക്കുക കേട്ടോ. കാരണം റണ്ണിങ് ഫാബ്രിക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണോ അത്ര മീറ്റർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കണം. അതുപോലെ പ്രൊഡക്ട്സ് എല്ലാം ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ കോറ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ആ ഒരു തിക്കായിട്ടുള്ള കോഡിംഗ് വർക്ക് പോലത്തെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫാബ്രിക് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഹക്കോബ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ചെയ്തേക്കുന്ന കോറ കോട്ടൺ ഫാബ്രിക്കാണ്. 58 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 1.75 അല്ലെങ്കിൽ 2 മീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലുമാണ്. നല്ലൊരു എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കോറ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഇതാണ് 58 ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട ഓൾസോ നമുക്ക് അവൈലബിൾ ആണ്. 895 റേഞ്ചിലേക്ക് കോറ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ദുപ്പട്ട. ഇത് നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ലെങ്ത്തും ആവശ്യത്തിനുള്ള വിട്ടും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ആൻഡ് ഇതിൻ്റെ കൂടെ നല്ല നമുക്കൊരു കോറ ഷെയ്ഡിലുള്ള ദുപ്പട്ട മസ്റ്റ് ഹാവ് ആണ്. കാരണം കുറേ കളേഴ്സിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ. സോ ഇത് നിങ്ങൾക്ക് ടോപ്പും ദുപ്പട്ടയും ആയിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ 895 ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. 2.5 മീറ്റേഴ്സ് ആണ് ലെങ്ത്ത്. ആൻഡ് ബോട്ടം ഫാബ്രിക് ഓൾസോ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിൽ ബോട്ടം ഫാബ്രിക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിലേക്ക് നമുക്ക് അവൈലബിൾ ആണ്. 44 ഇഞ്ചസ് വിഡ്ത്തിൽ 195 പെർ മീറ്ററിൽ വരുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ. ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ബോട്ടം മെറ്റീരിയലാണ് കേട്ടോ. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട്. സോ ഇത് മൂന്നും പെയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ടോപ്പിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 475 ആണ്. 58 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. ബോട്ടം 195, 44 ഇഞ്ചസ് വിഡ്ത്ത്. ആൻഡ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 895. അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ. നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും. അടുത്തത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2 കളേഴ്സിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു എംബ്രോയിഡറി ആണ് കേട്ടോ. മൾട്ടി കളർ എംബ്രോയിഡറി ആണ്. ബേസ് കളർ വരുന്ന നല്ലൊരു പേസ്റ്റലൊരു യെല്ലോ ടോണിലേക്ക് വരുന്നു. നല്ല രസമുള്ളൊരു പൈനാപ്പിൾ യെല്ലോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറും അതിൻ്റെ എംബ്രോയിഡറി നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. സിമ്പിളായിട്ട് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ സെയിം യെല്ലോ തന്നെ വേണമെങ്കിൽ ഡൈ ചെയ്ത് തരാം. വേറെ സെയിം ബോട്ടം ഇല്ല കേട്ടോ. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. 295 ഉള്ളൂ പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത്. വാഷ് ചെയ്ത് നമുക്ക് ഡെയിലി യൂസിനും ചെറിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് സ്കൈ ബ്ലൂ ആണ്. നല്ല രസമുള്ളൊരു 2 പേസ്റ്റൽ ടോൺസിലേക്കാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് വരുന്നു. ആ സെയിം എംബ്രോയിഡറി തന്നെയാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ബേസ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. സോ ഇത് വരുന്നത് സ്കൈ ബ്ലൂ ആണ്. 295 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. അടുത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പ്രിൻറ്റിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ നാളിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു ഇൻഡിഗോ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. 225 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. നല്ലൊരു ലീഫ് പ്രിൻറ്റ് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ടോപ്പ് ഉള്ളി അല്ലെങ്കിൽ കോട്ട് സെറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും. ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ബോട്ടം കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഫ്രോക്കായിട്ടോ കോട്ട് സെറ്റ് പോലെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 225 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് വിഡ്ത്ത്. നെക്സ്റ്റ് അതിൻ്റെ പ്രിൻറ്റ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. ഇൻഡിഗോ ബ്ലൂ ആണ്. ഇത് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ഇൻഡിഗോ ആണ്. മറ്റൊരു ടീൽ ബ്ലൂവിൻ്റെ ഒരു മിക്സും കൂടെ ഉള്ളൊരു ഇൻഡിഗോ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ, ഡാർക്ക് ടീൽ ബ്ലൂ എന്ന് പറയും. ഇത് വന്നേക്കുന്നത് കറക്റ്റ് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളിന് മുമ്പ് ഈ ഒരു പ്രിൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. സിമ്പിളി ഒരു നേവി ബ്ലൂ ബോട്ടം ഇൻഡിഗോ ബ്ലൂവിനുള്ള ഉറപ്പായിട്ട് നമുക്ക് കാണും ആ ഒരു കോമ്പിനേഷനിലുള്ള ബോട്ടം. സോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ എടുക്കാം. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും. 225 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. അങ്ങനെ വരും. നെക്സ്റ്റ് ബനാറസി ചന്തേരി ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ചന്തേരിയും ബനാറസിയും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനും പറ്റും. ഇതിന് മുന്നേ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വൈറ്റ് ആണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡും നല്ലൊരു എംബ്രോയിഡറി ആണ്. അതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ. നമുക്ക് ബോട്ടത്തിനോ ദുപ്പട്ടയ്ക്കോ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അതെടുക്കാം. മൽമൽ ചന്തേരിയാണ് പ്ലെയിൻ ഫാബ്രിക് വന്നിരിക്കുന്നത്.
190 ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. ഈ ടോപ്പ് മെറ്റീരിയൽ വരുന്ന ഇതാണ് കേട്ടോ. അങ്ങനെ വരും. ഇതിൻ്റെ ക്ലോസ് ലുക്ക് ഒന്ന് നോക്കിയോ. അങ്ങനെ വരും എംബ്രോയിഡറി. നല്ല രസമുള്ളൊരു എംബ്രോയിഡറി ആണ്. സിമ്പിളാണ്, പക്ഷേ നമുക്ക് നല്ല എലഗൻ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ലൊരു നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന ഫാബ്രിക്കാണ്. ആൻഡ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് ഇതിൻ്റെ കൂടെ കറക്റ്റ് മാച്ചാണ്. മൽമൽ ചന്തേരിയാണ് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് ബോട്ടത്തിന് എടുക്കാം, അല്ലെങ്കിൽ ദുപ്പട്ടയ്ക്ക് ആയിട്ടാണെങ്കിലും എടുക്കാം. ദുപ്പട്ട സ്കാലപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ ബോർഡറൊക്കെ പോലെ എൻഡിലോ ഒക്കെ കൊടുത്തിട്ട് ചെയ്താലും നല്ല രസമായിരിക്കും. 190 പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്. ആൻഡ് ഈ ഒരു എംബ്രോയിഡറി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 395. നെക്സ്റ്റ് ഓർഗൻസ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. ഒരു ഓർഗൻസയും അതുപോലെ തന്നെ ഒരു സിൽക്ക് മെറ്റീരിയലും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡിലേക്ക് പ്രിൻറ്റ് വന്നേക്കുന്ന ഒരു കളക്ഷൻ. അതിലേക്ക് ഒരു ചെറുതായിട്ട് സീക്വൻസും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫാബ്രിക്കിനെ. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ഇതിൻ്റെ പല ഷെയ്ഡ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഷെയ്ഡ് തന്നെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ടോണിലേക്ക് വന്നേക്കുന്നു. നല്ല അടിപൊളി പ്രിൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടിയ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ പേര് ഇത് സെയിം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഒരു റെഡൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ റെഡ് പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് മസ്റ്റാർഡ്. ഇങ്ങനെ വരുന്നു. നല്ല സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. 535 ആണ് പെർ മീറ്റർ റേറ്റ്. ഇതിൻ്റെ സൈഡ് ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാരിക്ക് അത്ര സ്യൂട്ടാവില്ല. നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടോ ഒക്കെ ഡൈ ചെയ്ത ആളുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അന്ന് കാണാനായിട്ട്. നല്ലൊരു മെറ്റീരിയലുമാണ് കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഒരു മൗ ടോണാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചുള്ളൂ കേട്ടോ, കുറച്ച് ഫാബ്രിക്കാണുള്ളൂ. 525 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു മൗ ടോൺ. നല്ലൊരു ഷെയ്ഡും കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരുന്നു അടുത്തത് 525 പെർ മീറ്റർ. രണ്ടിൻ്റെയും 525 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. യെല്ലോ മസ്റ്റാർഡ് യെല്ലോയും ഈ ഒരു മോ ടോണും കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. 525 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് മൽമൽ ചന്തേരി ഫാബ്രിക്കിൻ്റെ കുറേ ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കുറേ പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റാണി പിങ്കും യെല്ലോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ ഷെയ്ഡ്സ്, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഷെയ്ഡ്സ് നമുക്ക് വരുമെന്ന്. ഇത് കണ്ടോ, നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലേക്ക് വരുന്നു. ഒത്തിരി ഡീപ്പായിട്ടുള്ള ഷെയ്ഡല്ല, ഒരു ഡസ്റ്റി ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡൾ കളറല്ല കേട്ടോ, നരച്ച കളറല്ല. ഇത് കണ്ടോ, നല്ലൊരു വൈൻ ഷെയ്ഡ്. പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഒരു മെറൂണും റാണിയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല ആക്ച്വലി, പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ചെറുപയർ പച്ച കളറിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ആണ് വന്നേക്കുന്നത്. അടുത്ത വരുന്ന ഒരു യെല്ലോ, നമ്മുടെ യെല്ലോ ടോൺ വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. സോ ഈ ഒരു 6 ഷെയ്ഡ്സിലേക്കാണ് നമുക്ക് ഈ പ്രാവശ്യം ഇത് വന്നേക്കുന്നത്. ഓരോ ഷെയ്ഡ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ബർഗണ്ടി മിക്സ് ആയിട്ടുള്ളൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഡാർക്ക് ഷെയ്ഡാണ്. കുറേ ഷെയ്ഡ് കൊണ്ടുവരാമെന്ന് വെച്ച് കുറേ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സോ 2-3 ഷെയ്ഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. നല്ലൊരു ഗ്രേപ്പ് വൈൻ ടോണിലേക്ക് ഇങ്ങനെ വരുന്നു. ആ എംബ്രോയിഡറി ആണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ്. എല്ലാ ഷെയ്ഡ്സിലും എംബ്രോയിഡറിയുടെ ഷെയ്ഡ് സെയിം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 295 ഉള്ളൂ പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. ആൻഡ് ഇത് മൽമൽ കോട്ടൺ ഫാബ്രിക് അല്ല, മൽമൽ ചന്തേരിയാണ് കേട്ടോ. ഇതിനകത്ത് ചന്തേരിയുടെ മിക്സും കൂടെ ഉണ്ട്. സോ മൽമൽ കോട്ടൺ എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. പക്ഷേ മൽമൽ കോട്ടൺ പോലെയാണ്. കോട്ടൻ്റെ മിക്സ് കൂടുതലുണ്ട്, ചന്തേരിയുടെ ചെറിയൊരു മിക്സ് കൂടെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു സിൽക്ക് ഫീൽ നമുക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് ഓൾസോ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. സോ പ്ലെയിൻ എടുക്കേണ്ടവർക്ക് ബോട്ടായിട്ടൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈനിങ് ഇടാതെയും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും പറ്റും, ദുപ്പട്ടയാക്കാനും പറ്റുന്ന ഫാബ്രിക്കാണ്. 190 ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. 295 ആണ് എംബ്രോയിഡറി ഉള്ള ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. സോ ഇങ്ങനെ വരുന്നു. എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റായിട്ട് എടുത്തയക്കുക കേട്ടോ. ഇങ്ങനെ വരും. നെക്സ്റ്റ് യെല്ലോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള യെല്ലോയ്ക്കും റാണിക്കും ആയിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി. അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിൻ്റെ എംബ്രോയിഡറി നന്നായിട്ട് അതിനോട് സ്യൂട്ടായി പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറിയും നല്ലൊരു ഷെയ്ഡുമാണ്. 295 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. പ്ലെയിൻ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. സെയിം തന്നെ പ്ലെയിൻ ബോട്ടായിട്ടും ദുപ്പട്ടയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വരുന്ന പ്ലെയിൻ ഫാബ്രിക് 190 പെർ മീറ്റർ. ആൻഡ് എംബ്രോയിഡറി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 295. നെക്സ്റ്റ് ഒരു മെറൂൺ ടോണാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറൂൺ. റാണിയായിട്ട് സിമിലർ ആണ്. റാണി ഷെയ്ഡ് എടുത്തവർ മെറൂൺ എടുക്കണ്ട, പക്ഷേ റാണി എടുക്കാത്തവർ മെറൂൺ എടുത്തോ. അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. 295 പെർ മീറ്റർ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്.
നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. നമുക്ക് പിള്ളേർക്ക് ഉടുപ്പൊക്കെ തയ്ക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നല്ലൊരു ക്ലാസ് ലുക്കുമാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്. 190 പെർ മീറ്റർ. സെയിം തന്നെ ഫാബ്രിക് ആണ്. അതായത് മൽമൽ ചന്തേരി തന്നെയാണ് പ്ലെയിൻ ഫാബ്രിക്. നമുക്ക് ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കും കൊടുക്കാം. ഇങ്ങനെ വരുന്നു. 295 പെർ മീറ്റർ എംബ്രോയിഡറി ഫാബ്രിക്, 190 പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്. അടുത്തതൊരു ചെറുപയർ പച്ച കളറാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു ചെറുപയർ പച്ചയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ഭംഗിയുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. സെയിം തന്നെ എംബ്രോയിഡറി ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു റെയർ ഒരു കളറാണ്. നമ്മളെപ്പോഴും കാണുന്ന ഒരു ഷെയ്ഡിനേക്കാളും നല്ലൊരു ഷെയ്ഡാണ്. പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ്. നമുക്ക് യോക്ക് കൊടുത്തൊക്കെ ചെയ്യാം. ഒരു 1/2 മീറ്ററൊക്കെ എംബ്രോയിഡറി എടുത്ത് ബാക്കി പ്ലെയിൻ ഫാബ്രിക് കൊടുക്കും, അല്ലെങ്കിൽ ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഒത്തിരി പാറ്റേൺസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എ ലൈൻ ആയിട്ടും അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആലിയ കട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി പാറ്റേൺസും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ ഇത്. സോ ഇങ്ങനെ വരുന്നു ഫാബ്രിക്. അടുത്ത നമ്മുടെ പുതിയ ഷെയ്ഡ് വന്നേക്കുന്ന ഒരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പിസ്ത ടോണിലേക്ക് സെയിം എംബ്രോയിഡറി തന്നെ ഇങ്ങനെ വരുന്നു. നല്ലൊരു പേസ്റ്റൽ ടോണാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. നമ്മുടെ പേസ്റ്റൽ ടോൺസിന് ശരിക്കും വീഡിയോയിൽ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് നല്ല രസമുള്ളൊരു ഗ്രീനാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആകുന്ന ഒരു ഷെയ്ഡാണ്. പ്ലെയിൻ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ഇങ്ങനെ വരും പ്ലെയിൻ. 190 പെർ മീറ്റർ ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. 295 വരും എംബ്രോയിഡറി ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. ക്ലോസ് ലുക്ക് ഒന്ന് നോക്കിക്കോട്ടോ. ഇങ്ങനെ വരും. ഇത് കണ്ടോ, നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. മൽമൽ കോട്ടനോട് സിമിലർ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന മെറ്റീരിയലുമാണ്. അങ്ങനെ വരും. 44 ഇഞ്ചസ് ആണ് വിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എമർജൻസി ഉള്ള ആളുകൾ ഓർഡർ ചെയ്യരുത്. കാരണം നമുക്ക് റണ്ണിങ് ഫാബ്രിക് ആകുമ്പോൾ കുറച്ച് ഡിലേ വരും നമുക്ക് ഡിസ്പാച്ചിങ്ങിന്. കാരണം ഇത്രയും ഫാബ്രിക്സ് ഉണ്ട്. സോ ഇതെല്ലാവരുടെയും ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇത്രയും ഒരു ചെറിയ ബണ്ടിലാണ് കാണുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് വേറെയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ തന്നെ സെയിം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാവർക്കും കട്ട് ചെയ്ത് തിരിച്ച് ഒരാൾ തന്നെ ഒരു 5-6 മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. സോ നമ്മളെല്ലാം കട്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ടൊക്കെയാണ് അഡ്രസ്സ് എഴുതി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ടൈം നമുക്ക് എടുക്കും. അതുപോലെ തന്നെ ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഡിലേ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ ഡിലേ ഉണ്ടാവും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ പ്രോഡക്ട്സ് ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ചെറിയൊരു ഡിലേ ഉണ്ടാവും. ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ഒക്കെ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുള്ളൂ. മാക്സിമം നേരത്തെ നമുക്കിത് ഡിസ്പാച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നിങ്ങളുടെ ഓർഡർ ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്കത് എത്രയും പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് നമുക്കെല്ലാം ചെയ്ത് എടുത്ത് വരണമല്ലോ. അതുകൊണ്ടാണ് ചെറിയ ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ എമർജൻസി ഉള്ള ആളുകൾ DTDC വഴി ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നാളെ ഫംഗ്ഷൻ ഉണ്ട്, നാളെ കഴിഞ്ഞ് ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത് ഓർഡർ ചെയ്യരുത്. ചെറിയ താമസം ഉണ്ടാവും കേട്ടോ അയക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അടുത്തത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന റാണി പിങ്ക് ആണ്. അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ്. 295 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. സെയിം ഷെയ്ഡ് തന്നെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു വൈബ്രൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാനൊരു അങ്കറക് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് A-ലൈൻ കട്ടിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 2.75 മീറ്റേഴ്സാണ് ഞാൻ എടുത്ത മെഷർമെൻറ്റ് ഫാബ്രിക്കിൻ്റെ. നിങ്ങൾക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് 3 മീറ്ററോ 2.75 അങ്ങനെയൊക്കെ എടുത്താൽ മതി. 2.5 മീറ്റേഴ്സാണ് സ്ലിറ്റഡ് ടോപ്പിന് വേണ്ടുന്നത്. ഇതാണ് പ്ലെയിൻ ഫാബ്രിക്. അതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആണ്. ബോട്ടം അടിക്കാനൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ A-ലൈനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ഈ പ്ലെയിൻ ഫാബ്രിക് ലൈനിങ് ഇടാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോഴാണെങ്കിലും. കാരണം A-ലൈൻ ആകുമ്പോൾ നമുക്ക് താഴെ മാത്രമേ കുറച്ച് ഭാഗമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ഇടാൻ സ്റ്റിച്ച് ചെയ്യാം. ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ചില കസ്റ്റമേഴ്സ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ലൈനിങ് ഇടാതെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.